Hey beautiful souls, you will be here for Against the Hub. This is ANIL. I know that after 2 weeks we are making another video, and this video is also about some grammar topics, the basic grammar. And today we would like to share you a few things about the prepositions like by and with. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആ ഒരു സ്പീക്കിങ്ങിലും അതുപോലെ തന്നെ റൈറ്റിങ്ങിലും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രണ്ട് പ്രിപ്പോസിഷൻസ് ആണ് ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനും വിത്ത് എന്ന് പറയുന്ന പ്രിപ്പോസിഷനും. സോ എവിടെയാണ് ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഇത് തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ഇറ്റ്. നമുക്ക് ആദ്യം തന്നെ ഞാനിവിടെ 2 സെൻറ്റൻസുകൾ കൊടുക്കാം. ഈ 2 സെൻറ്റൻസിൽ ഏതാണ് ശരി എന്നുള്ളത് നിങ്ങൾ പറയും. ഓക്കെ, ആ സെൻറ്റൻസ് വായിച്ച് നോക്കുക, അതിലേതാണ് ശരി എന്നുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് പറയാം ഏതാണ് ശരി എന്നുള്ളത് നിങ്ങളൊന്ന് പറയാം. സോ ഫസ്റ്റത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഐ ലേൺ ഇംഗ്ലീഷ് ബൈ വാച്ചിങ് അഗംസ് എജുഹബ്. ഓൺ ദ സെക്കൻഡ് വൺ ഐ ലേൺ ഇംഗ്ലീഷ് വിത്ത് വാച്ചിങ് അഗംസ് എജുഹബ്. ഏതായിരിക്കും ശരിയായിട്ടുള്ളത്? ഡെഫിനറ്റ്ലി ആദ്യത്തതാണല്ലേ, ഐ ലേൺ ഇംഗ്ലീഷ് ബൈ വാച്ചിങ് അഗംസ് എജുഹബ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഐ റൈറ്റ് വിത്ത് എ പെൻ, ഐ റൈറ്റ് ബൈ എ പെൻ. ഏതായിരിക്കും ശരിയായിട്ടുണ്ടാവുക? ഒബ്വിയസ്ലി ഒന്നാമത്തതാണ്, ഐ റൈറ്റ് വിത്ത് എ പെൻ. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സിമിലാരിറ്റീസ് നോക്കാം. ഇതിൻ്റെ സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനും അതുപോലെ വിത്ത് എന്ന് പറയുന്ന പ്രിപ്പോസിഷനും, ഈ 2 പ്രിപ്പോസിഷൻസും ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ആ ഒറ്റ ചോദ്യം എന്ന് പറയുന്നത് ഹൗ എന്ന് പറയുന്ന വാക്കാണ്, എങ്ങനെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഫോർ എക്സാമ്പിൾ, ഐ റൈറ്റ് വിത്ത് എ പെൻ. നീ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിത്ത് എ പെൻ, ഹൗ ഡു യു റൈറ്റ്? ഐ റൈറ്റ് വിത്ത് എ പെൻ. ഞാനൊരു പേന കൊണ്ടാണ് എഴുതുന്നത്. അപ്പം എങ്ങനെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനും വിത്ത് എന്ന് പറയുന്ന പ്രിപ്പോസിഷനും. മറ്റൊരു ചോദ്യം, ഹൗ ഡു യു ലേൺ ഇംഗ്ലീഷ്? നീ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചത്? ഐ ലേൺഡ് ഇംഗ്ലീഷ് ബൈ ടോക്കിംഗ് ഓർ റീഡിങ് ടെക്സ്റ്റ് ബുക്ക്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുസ്തകം വായിച്ചിട്ടാണ് ഞാനിത് പഠിച്ചത്. അപ്പോൾ എങ്ങനെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആക്ച്വലി ഈ പറയുന്ന ബൈ ആൻഡ് വിത്ത് എന്ന് പറയുന്ന 2 പ്രിപ്പോസിഷൻസും. ഒരേ ഒരു കാര്യം, ഹൗ എന്ന് പറയുന്ന ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസിലേക്ക് വന്നു കഴിഞ്ഞാലോ, ഇവ തമ്മിൽ വലിയ അന്തരങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ വലിയ ഡിഫറൻസുകളൊന്നും അവിടെ ഇല്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവ തമ്മിലുള്ള ഡിഫറൻസുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 സെൻറ്റൻസുകൾ നോക്കാം. ഐ ബിക്കെയിം ടീച്ചർ ബൈ വർക്കിംഗ് ഹാർഡ്. ഐ കീപ് ഹെൽത്തി ബൈ എക്സസൈസിങ്. ഈ 2 സെൻറ്റൻസുകളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ബൈ എന്ന് പറയുന്ന നമ്മളുടെ പ്രിപ്പോസിഷൻ എപ്പോഴും ഒരു വെർബിന് മുൻപിലാണ് ഉപയോഗിക്കുന്നത്. വർക്കിംഗ് എന്ന് പറയുന്നതും എക്സസൈസിങ് എന്ന് പറയുന്നതും 2 വെർബുകളാണ്. ഈ വെർബുകൾക്ക് മുൻപിലാണ് ബൈ എന്ന് പറയുന്ന നമ്മളുടെ പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു വെർബിലേക്കൊന്ന് ശരിക്കും നോക്കിക്കഴിഞ്ഞാലോ, ഈ 2 വെർബുകളും ING ഫോമിലുള്ള, അതും അല്ലെങ്കിൽ പ്രോഗ്രസീവ് ടെൻസിലുള്ള വെർബുകളാണ്. ശരിയല്ലേ? വർക്കിംഗ് ആൻഡ് എക്സസൈസിങ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ബൈ എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസ് നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോർമാറ്റിലുള്ള വെർബുകൾക്ക് മുൻപിലാണ്. ING ഫോർമാറ്റിലുള്ള, അതും അല്ലെങ്കിൽ പ്രോഗ്രസീവ് ടെൻസിലുള്ള വെർബുകൾക്ക് മുൻപിലാണ് നമ്മൾ ഈ പറയുന്ന ബൈ എന്ന് പറയുന്ന ഫ്രേസ് ഉപയോഗിക്കാറുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഈ പറയുന്ന പോലെ നൗണിൻ്റെ മുൻപിലും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയല്ലേ? അതായത് നേരത്തെ പറഞ്ഞത് ING ഫോമിലുള്ള വെർബിൻ്റെ മുൻപിലാണ്, ഇപ്പോൾ നൗണിൻ്റെ മുൻപിൽ ഉപയോഗിക്കുമെന്ന് പറയുന്നു. അതിനൊരു എക്സാമ്പിൾ പറയാം. ഐ വിൽ കോൺടാക്റ്റ് യു ബൈ എ ഫോൺ. ഐ വിൽ കോൺടാക്റ്റ് യു ബൈ ഇമെയിൽ. ഞാൻ നിന്നെ ഫോൺ വഴി ബന്ധപ്പെട്ടോളാം. ഞാൻ നിന്നെ ഇമെയിൽ വഴി ബന്ധപ്പെട്ടോളാം. ഇവിടെ ബൈ ഫോൺ എന്ന് പറയുമ്പോൾ ഫോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു നൗണാണ്. ഇമെയിൽ എന്ന് പറയുന്നതും ഒരു നൗണാണ്. അപ്പോൾ നമുക്ക് നൗണുകളുടെ മുൻപിലും ഈ പറയുന്ന ബൈ എന്ന് പറയുന്ന ഫ്രേസിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇനി വിത്ത് എന്ന് പറയുന്ന ഫ്രേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, വിത്ത് എന്ന് പറയുന്ന ഫ്രേസ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് നൗണുകൾക്ക് മുൻപിലാണ്. ബൈ എന്ന് പറയുന്ന ഫ്രേസ് വെർബുകൾക്ക് മുൻപിൽ ഉപയോഗിക്കരുന്നു അല്ലേ? വിത്ത് എന്ന് പറയുന്നത് നമ്മൾ നൗണുകൾക്ക് മുൻപിലാണ് ഉപയോഗിക്കാറുള്ളത്.
നൗണുകൾക്ക് മുൻപിൽ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഫസ്റ്റ് വൺ, നമ്മുടെ ശരീരത്തിലെ ഓർഗൻസിനെ കുറിച്ച് പറയാൻ, അതായത് ബോഡി പാർട്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് വിത്ത് എന്ന് പറയുന്ന ഫ്രേസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഐ ക്യാൻ ഈറ്റ് വിത്ത് മൈ ഹാൻഡ്സ്. എനിക്കെൻ്റെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിയും. അവിടെ ഹാൻഡ്സ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ശരീരത്തിലെ ഒരു ബോഡി പാർട്ടാണ്. ഈ ബോഡി പാർട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷനാണ് വിത്ത് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ. ഐ സീ വിത്ത് മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ടാണ് കാണുന്നത്. അവിടെ ഐസ് എന്ന് പറയുന്നതിനെ നമ്മൾ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഇനി രണ്ടാമതായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഇൻസ്ട്രുമെൻസിൻ്റെ, അതുമല്ലെങ്കിൽ എക്യുപ്മെൻസിൻ്റെ മുൻപിലാണ് വിത്ത് എന്ന് പറയുന്ന ഫ്രേസ് ഉപയോഗിക്കാറുള്ളത്. ഇൻസ്ട്രുമെൻസിൻ്റെ മുൻപിൽ എന്ന് പറയുമ്പോൾ ഐ ക്ലീൻഡ് ദ ഫ്ലോർ വിത്ത് എ മോപ്പ്. ഞാൻ ഈ ഫ്ലോർ വൃത്തിയാക്കിയിട്ടുണ്ട് വിത്ത് എ മോപ്പ്. ഒരു മോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനത് വൃത്തിയാക്കിയിട്ടുള്ളത്. ഈ മോപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻ്റ് ആണ്. ആ എക്യുപ്മെൻറ്റിനെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ എക്യുപ്മെൻറ്റിനെ കുറിച്ച് പറയുന്നതിന് മുൻപിലായിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന വിത്ത് എന്ന് പറയുന്ന ഫ്രേസാണ്. ഐ എയ്റ്റ് ഡിന്നർ വിത്ത് എ സ്പൂൺ. ഞാൻ ഡിന്നർ കഴിച്ചു വിത്ത് എ സ്പൂൺ. ഒരു സ്പൂൺ കൊണ്ടാണ് ഞാൻ ഡിന്നർ കഴിച്ചത്. ആ സ്പൂൺ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ പറയാൻ വേണ്ടി നമ്മൾ വിത്ത് എന്ന് പറയുന്ന ഫ്രേസ് അവിടെ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പ്രിപ്പോസിഷൻസിൻ്റെ യൂസേജസ് പഠിക്കുക എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും, വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം നമുക്ക് അധികം ഒന്നും പഠിക്കാനില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അതൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ സംസാരിക്കുമ്പോഴായാലും ശരി, എഴുതുമ്പോഴായാലും ശരി, വിത്തൗട്ട് എനി എറേഴ്സ് നമുക്കിത് ഉപയോഗിക്കാനും പറ്റും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, ബൈ എന്ന് പറയുന്ന ഫ്രേസും വിത്ത് എന്ന് പറയുന്ന ഫ്രേസും നമ്മൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് ഹൗ എന്ന് പറയുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതുപോലെ തന്നെ ബൈ എന്ന് പറയുന്ന ഫ്രേസ് നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോർമാറ്റിലുള്ള അല്ലെങ്കിൽ പ്രോഗ്രസീവ് ടെൻസിലുള്ള വെർബുകൾക്ക് മുൻപിലായിട്ട് ബൈ എന്ന് പറയുന്ന ഫ്രേസാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ നൗണുകൾക്ക് മുൻപിലും ബൈ എന്ന് പറയുന്ന ഫ്രേസ് ഉപയോഗിക്കാറുണ്ട്. ഇനി വിത്ത് എന്ന് പറയുന്ന പ്രിപ്പോസിഷനിലേക്ക് വന്നു കഴിഞ്ഞാലോ, വിത്ത് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നൗണുകൾക്ക് മുൻപിൽ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അതും ബോഡി പാർട്സിനെ കുറിച്ച്, ഓർഗൻസിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചും എക്യുപ്മെൻസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോഴാണ് വിത്ത് എന്ന് പറയുന്ന ഫ്രേസ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രണ്ട് കോൺസെപ്റ്റുകൾ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. So this is ANIL signing off. See you on the next video.